Hi guys, you are watching Open Talks Mallu and welcome back to another video. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ത്യക്കാർ സ്കൂട്ടർ എന്ന നാമത്തിന് പര്യായമായി കാണുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ പലയിടങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരു സ്കൂട്ടി മേടിക്കാൻ പ്ലാൻ ഇടുമ്പോഴത്തേക്കും അവർ ആദ്യം പറയുന്നത് നമുക്കൊരു ആക്റ്റീവ മേടിക്കാവുന്നതാണ്. പക്ഷെ അവർ ആക്റ്റീവ എല്ലാവർക്കും ഉദ്ദേശിച്ച് വേറെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ബ്രാൻഡ് ആയിരിക്കാം. പക്ഷെ അവരുടെ വായിൽ ആക്റ്റീവ തന്നെ വരത്തുള്ളൂ. അത്ര ഇന്ത്യക്കാരുടെ മനസ്സിൽ ആഴമായി ഇറങ്ങിയ ഒരു ബ്രാൻഡാണ് ഹോണ്ടയുടെ ആക്റ്റീവ. അതിൻ്റെ തന്നെ 2025 മോഡൽ ആക്റ്റീവ 125 ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ വണ്ടി തന്ന് സഹായിച്ച കോട്ടയത്തെ ജയ് ഹോണ്ടയാണ്. അവരോട് സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. 2025 മോഡൽ ഹോണ്ട ഇറക്കിയ എല്ലാ മോഡൽസും അവരുടെ ഇപ്പോൾ ഫ്രീലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും ബുക്കിംഗും സർവീസിനും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹോണ്ടയുടെ ആക്റ്റീവ EVയും അവരുടെ ഉടനെ തന്നെ ഫ്രീലി അവൈലബിൾ ആകുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കുന്ന നമ്പറിലും പിൻ കമന്റിൽ ഇട്ടേക്കുന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം കൂടുതൽ സമയം കളയാതെ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 2025 ആക്റ്റീവ 125 ഈ പ്രാവശ്യം ഈ സെഗ്മെന്റിലുള്ള ഏത് വണ്ടിയായിട്ട് കടപിടിക്കാവുന്ന രീതിയിലാണ് ഹോണ്ട ഈ വണ്ടി അവതരിപ്പിച്ചേക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കിനി എല്ലാ വീഡിയോയിലെ പോലെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ നിന്ന് തുടങ്ങാം. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ 2024 മോഡൽ ആക്റ്റീവ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ സ്ലിമ്മറും ഷോർട്ടറും ആയിട്ടുണ്ട്. അത് നമുക്ക് വണ്ടിയിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ വെയിറ്റ് നേരത്തെ മോഡലിൽ 109 കിലോ ആയിരുന്നെങ്കിൽ ഈ മോഡലിലേക്ക് വരുമ്പോൾ 107 കിലോ ആണ്. എനിക്ക് തോന്നുന്നത് ഹോണ്ട ഈ പ്രാവശ്യം കുറച്ചുകൂടെ ലേഡി റൈഡേഴ്സിനെയും കൂടെ ഫോക്കസ് ചെയ്താണ് ഈ വണ്ടി ഇറക്കിയേക്കുന്നത്. 2025 മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ ഡിഫറൻസ് നമ്മൾ നോട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലാമ്പിൽ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ 2024 മോഡലിൽ ഈ രണ്ട് ക്രോം ഫിനിഷ് വരുന്നില്ലായിരുന്നു. പിന്നെ നമുക്ക് ഇവിടുത്തെ ഹെഡ്ലാമ്പ് കുറച്ചുകൂടെ കർവ്ഡ് ആയിരുന്നു, ഒരു സ്മൈലി രീതിയിലായിരുന്നു. എന്നാൽ ഇവിടെ ഈ മോഡലിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ ഫ്ലാറ്റൻ ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലാമ്പ് ഡുവൽ ചേമ്പർ അല്ല വരുന്നത്, സിംഗിൾ ചേമ്പർ ഹെഡ്ലാമ്പ് യൂണിറ്റ്സ് ആണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റും ത്രോ ഉള്ള ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് ഇതിൽ വരുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ബാക്കി വിശേഷങ്ങളിൽ കിടക്കുകയാണെങ്കിൽ നേരത്തെ ഉള്ള ആക്റ്റീവ കണ്ട അതേ ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമുക്കിവിടെ ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റിന്റെ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററും DRL യൂണിറ്റ്സും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്രോം ഫിനിഷും കൊടുക്കുന്നത്. അത്യാവശ്യം ഷാർപ്പും കർവും ആയിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നേരത്തെ ഉള്ള മോഡലിലെ പോലെ നമ്മുടെ ഫ്രണ്ട് പാർട്സ് ഫൈബർ ആണ് വരുന്നത്. എന്നാൽ താഴേക്ക് വരുമ്പം നമ്മുടെ മെറ്റൽ പാർട്സ് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഫ്രണ്ടിലൊരു ബീഡിങ് നമുക്ക് എക്സ്റ്റൻഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിയുടെ താഴത്തെ വിശേഷങ്ങളിൽ കിടക്കുകയാണെങ്കിൽ രണ്ട് സൈഡിൽ നമുക്ക് റിഫ്ലക്ടർ യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടയറിന്റെ സൈഡിലേക്ക് കിടക്കുന്നത് 90-90-12 MRFന്റെ സാപ്പർ ട്യൂബ്ലെസ് ടയർസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിലെ ഫ്രണ്ടിലത്തെ ഡിസ്ക് ബ്രേക്കിന്റെ സൈസ് എന്ന് വെച്ചാൽ 190 mm ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തേക്കുന്നത്. ബാക്കിൽ 130 mm ഡ്രം ബ്രേക്കാണ് യൂസ് ചെയ്യുന്നത് വിത്ത് കോംബി ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. പിന്നെ ഇവരൊരു കോസ്മെറ്റിക് ചേഞ്ച് വരുത്തേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടെലിസ്കോപ്പിക് സസ്പെൻഷന്റെ പൈപ്പിലാണ്. നേരത്തെ മോഡലിൽ ഇതൊരു സിൽവർ കോട്ടഡ് ആയിരുന്നു. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ ഒരു ബ്ലാക്ക് കോട്ടഡ് ആണ്. അങ്ങനെ ഒരു ചേഞ്ച് അവർ വരുത്തിയിട്ടുണ്ട്. 2025 വരുമ്പം അടുത്തൊരു മാറ്റം വരുത്തിയേക്കെന്ന് വെച്ചാൽ ഇതിന്റെ സീറ്റിംഗിന്റെ കളറിലും നമ്മുടെ ഇന്നർ ബോഡി പാനലിന്റെ കളറിലുമാണ്. നേരത്തെ ഉള്ള മോഡലിൽ സീറ്റിംഗും നമ്മുടെ ഇന്നർ പാനലിന്റെ കളർ എന്ന് വെച്ചാൽ ബ്ലാക്ക് ആയിരുന്നു. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബ്രൗൺ ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. ഫുള്ള് ഒരു ബ്രൗൺ ഫിനിഷ് വന്ന് നമ്മുടെ സീറ്റിലേക്ക് അതിങ്ങനെ മെർജ് ആകുന്ന രീതിയിലുള്ള ഒരു ഫിനിഷാണ് ഈ പ്രാവശ്യം കൊടുത്തേക്കുന്നത്. പക്ഷേ സീറ്റിന്റെ കംഫോർട്ടോ കാര്യങ്ങളൊന്നും കഴിഞ്ഞ മോഡലിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. പിന്നെ ഫ്രണ്ടിൽ നേരത്തെ ഉള്ള മോഡലിലെ പോലെ ഒരു ഗ്യാസ് ഊറ്റിയും കയറുന്നതാണ്. 2025 മോഡൽ ആക്റ്റീവിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പ്രാവശ്യം കാര്യമായിട്ടൊരു മാറ്റം വരുത്തിയേക്കെന്ന് വെച്ചാൽ ഈ ഒരു ബോഡി പാനലിലാണ്. നേരത്തെ ഉള്ള മോഡലിൽ ഇത് മെറ്റൽ പാർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ അത് ഫൈബർ പാർട്സ് ആണ്. ഈ ഒരു കാരണം കൊണ്ടാണ് വണ്ടിയുടെ 2 കിലോ വെയിറ്റ് കുറയാനുള്ള കാരണമെന്ന് എനിക്ക് തോന്നുന്നു. ഈ തവണ ഹോണ്ട അങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആക്കാനും കുറച്ചുകൂടെ മൈലേജ് കൂട്ടാൻ വേണ്ടിയും പിന്നെ ലേഡി റൈഡേഴ്സിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു മാറ്റം വരുത്തിയേക്കെന്ന് വെച്ചാൽ ഈ എഴുത്തിങ്ങിനാണ്. ഈ എഴുത്തിങ്ങിലും ഒരു കാര്യമായിട്ടുള്ള മാറ്റം ഈ പ്രാവശ്യം ഹോണ്ട വരുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇവിടെ ഒരു പീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ESP2 എന്നെഴുതി നമുക്ക് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പീസ് ആഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എയർ ഫിൽറ്റർ ബോക്സ് ഒക്കെ ഊരാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ലേഡീസ് ഫുഡ് റെസ്റ്റ് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ വണ്ടിയുടെ ബാക്കിലത്തെ വിശേഷങ്ങളിൽ കിടക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നോട്ട് ചെയ്യാൻ പോകുന്ന ഒരു ചേഞ്ച് എന്നത് ഈ ഗ്രാബ് ഹാൻഡിലിന്റെ കളറാണ്. നേരത്തെ മോഡലിൽ ഇത് സിൽവർ കോട്ടഡ് ആയിരുന്നു. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ ഗ്രേ കോട്ടഡ് കളറാണ് ഇതിൽ വരുന്നത്. പക്ഷേ ഡിസൈൻ ലാംഗ്വേജിലെ കാര്യങ്ങളൊന്നും ഒരു ഡിഫറൻസ് വരുത്തിയിട്ടില്ല. പിന്നെ നമുക്കിവിടെ ഒരു ഹോണ്ടയുടെ ബാഡ്ജിങ് നമുക്ക് സീറ്റേ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫ്യൂൽ ലിഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്ലോസ്ഡ് ഫ്യൂൽ ലിഡ് ആണ് കൊടുത്തേക്കുന്നത്. അതേ തന്നെ E20 എന്നൊരു ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ വണ്ടിയുടെ ബാക്കിലത്തെ ബാക്കി വിശേഷങ്ങളിൽ കിടക്കുമ്പം കാര്യമായിട്ടുള്ള ഡിഫറൻസോ കാര്യങ്ങളൊന്നും ബാക്കിൽ ഡിസൈൻ ലാംഗ്വേജ് വരുത്തിയിട്ടില്ല. എന്നാലും വണ്ടി ഇത് കുറച്ചുകൂടി ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ആക്റ്റീവ എന്ന് പറഞ്ഞൊരു എഴുത്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നു ക്രോം ഫിനിഷിൻ്റെ അകത്ത്. പിന്നെ നമ്മുടെ നേരത്തെ അതുപോലുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാൻ പറ്റുന്നത്. പിന്നെ ഹാലോജനായിട്ടുള്ള ഇൻഡിക്കേറ്റർ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ റിഫ്ലക്ടർ കാണാൻ പറ്റുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് ലൈറ്റ് പിന്നെ ബാക്കിലത്തെ എക്സ്റ്റൻഷനും കാണാൻ പറ്റുന്നുണ്ട്.
ഇനി നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ഉള്ള ചേഞ്ച് ഈ പ്രാവശ്യം ഹോണ്ട വരുത്തിയിട്ടില്ല. നേരത്തെ ഉള്ള മോഡൽ കണ്ടിട്ടുള്ള അതേ എക്സോസ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാറ്റം വരുത്തിയേക്കെന്ന് വെച്ചാൽ എക്സോസ് യൂണിറ്റ് കുറച്ചുകൂടെ സൈലന്റ് ആയിട്ടുണ്ട് വണ്ടി. പിന്നെ ടയറിന്റെ സൈഡിലേക്ക് എടുക്കുമ്പോൾ 90-10 തന്നെ MRFന്റെ സാപ്പ ടയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കും 2 വീലേഴ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് സെന്റർ സ്റ്റാൻഡ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോഡേൺ ഫീച്ചർ ആയിട്ടുള്ള സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. 2025 മോഡൽ ആക്റ്റീവിലേക്ക് വരുമ്പം ഈ തവണ കാര്യമായിട്ട് മാറ്റങ്ങൾ വരുത്തിയേക്കുന്നത് ഇതിന്റെ മീറ്റർ യൂണിറ്റിലും ഇതിന്റെ സ്വിച്ചസിലുമാണ്. സ്വിച്ചസിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിമ്മും ബ്രൈറ്റും പാസും ഇൻഡിക്കേറ്റർ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്. മീറ്റർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്ട്രാ ഒരു ജോയിസ്റ്റിക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഹോണ്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഇഗ്നിഷൻ എല്ലാം കൂടെ ഇൻഡിക്കേറ്റർ സ്വിച്ച്. ഇതിലൊരു മാറ്റം വരുത്തിയേക്കെന്ന് വെച്ചാൽ നേരത്തെ മോഡലിൽ സെപ്പറേറ്റ് ആയിരുന്നു ഇഗ്നിഷനും ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, എന്നാൽ ഇത് ഇൻഡിക്കേറ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചേഞ്ച് അവർ ആഡ് ചെയ്തേക്കെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് C2C ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ 2025 മോഡൽ ആക്റ്റീവിലേക്ക് വന്നപ്പോഴും ആ ബ്രേക്ക് ലോക്കിന്റെ സ്വിച്ച് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ലോക്ക് ചെയ്ത് വണ്ടി വെക്കാവുന്നതാണ്. കേട്ടത്തിലൊക്കെ വെച്ചിട്ട് വണ്ടി ബാക്കിലേക്ക് റോൾ ചെയ്യാതിരിക്കാനുള്ള ഒരു യൂസ്ഫുൾ ഫീച്ചറാണ്. ഇപ്പം പല വണ്ടികളിലും നമുക്ക് അങ്ങനെ ഒരു ഫീച്ചർ കാണുന്നില്ല. ഇനി നമുക്ക് ഈ മോഡലിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ ഗ്ലോ ബോക്സ് ആണ് കൊടുത്തേക്കുന്നത്. നേരത്തെ മോഡലിൽ അത് ക്ലോസ്ഡ് ആയിരുന്നു. നമുക്ക് അത്യാവശ്യം മൊബൈലും കാര്യങ്ങളെല്ലാം ചാർജ് ചെയ്യാനും യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ടയർ പ്രഷറിന്റെ വാണിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു 3 കിലോയുടെ ഹുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സീറ്റിന്റെ അടിയിലും ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററി കാര്യങ്ങളെല്ലാം നമ്മുടെ ഫ്ലോർ ബോർഡിന്റെ അടിയിലാണ് വരുന്നത്. 2025 മോഡൽ ആക്റ്റീവ 125ലേക്ക് വരുമ്പം കാര്യമായിട്ട് തന്നെ മാറ്റങ്ങൾ വരുത്തേക്കുന്നതിന്റെ മീറ്റർ യൂണിറ്റിലാണ്. നേരത്തെ മോഡലിൽ നമുക്ക് ആനലോഗ് പ്ലസ് ചെറിയൊരു ഡിജിറ്റൽ മീറ്റർ ആയിരുന്നു കൊടുത്തേക്കുന്നത്. എന്നാൽ ഇതിലേക്ക് വരുമ്പം ഒരു 4.3 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ടോപ്പ് വേരിയന്റ് H വേരിയന്റിലേക്ക് വരുമ്പോൾ നമുക്ക് മോഡേൺ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ബ്ലൂടൂത്ത് 10x10 നാവിഗേഷൻ കോൾ അലേർട്സ് എല്ലാം വരുന്നതാണ്. ഇനി നമുക്ക് ഈ മീറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് 2 സൈഡിൽ ഇൻഡിക്കേറ്ററിന്റെ വാണിംഗ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് FIയുടെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എക്കോയുടെ ഒരു മോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡിന്റെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓഡോമീറ്റർ കാണാൻ പറ്റുന്നുണ്ട്. ഫ്യൂവൽ ഗേജിന്റെ വാണിംഗ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ട്രിപ്പേ കാണുന്നുണ്ട്. പിന്നെ ടൈം കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ജോയിസ്റ്റിക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ ഫ്യൂവലിന്റെ ഒരു സിമ്പിൾ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫ്യൂവൽ റേഞ്ച് ഫ്യൂവൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ താഴേക്ക് നമ്മൾ ഒന്നുകൂടെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ട്രിപ്പ് A-B റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ സെറ്റിംഗ്സ് വരുന്നുണ്ട്. സെറ്റിംഗ്സ് നമുക്ക് ഫംഗ്ഷൻസ് വരുന്നുണ്ട്, ജനറൽ വരുന്നുണ്ട്, ഡിസ്പ്ലേ വരുന്നുണ്ട്, സർവീസ് വരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് സർവീസ് കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മെയിൻ്റെനൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓയിൽ ചേഞ്ച്, ബാറ്ററി വാണിംഗ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ സെറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ ടൈമിൽ വണ്ടി നമ്മളെ അലേർട്ട് ചെയ്യുന്നതാണ്. ഈ തവണയും ഹോണ്ട കീലോക്കിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. നേരത്തെ ഉള്ള മോഡൽ കണ്ടിട്ടുള്ള അതേ കീലോക്കും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ടോപ്പ് വേരിയന്റിന്റെ H വേരിയന്റിലേക്ക് വരുമ്പോൾ നമുക്ക് റിമോട്ട് കീസ് വരുന്നു. അതിന് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു നോബ് കൊടുത്തിട്ടുണ്ടെന്ന ഒരു ഡിഫറൻസ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് വണ്ടിയുടെ അണ്ടർ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എങ്ങനെയുണ്ടോ നോക്കാം. ഇനി നമ്മൾ ഇതിന്റെ സീറ്റ് തുറക്കുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ നേരത്തെ ആക്റ്റീവയുടെ സീറ്റ് എങ്ങനെ തുറക്കുന്നു അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യുന്നത്. കീ തിരിച്ചിട്ട് നമ്മൾ ഈ സ്വിച്ച് ഞെക്കുമ്പോൾ സീറ്റ് തുറന്നു വരും. സീറ്റിങ്ങിന്റെ അടിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 18 ലിറ്ററിന്റെ അണ്ടർ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളോ അതിൽ വരുത്തിയിട്ടില്ല. നമുക്ക് വേറെ ഒരു എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒന്നുമില്ല. നമുക്ക് LED ലൈറ്റ്സോ കാര്യങ്ങളോ അങ്ങനെ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നമുക്കിവിടെ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അത്രയുള്ള ബേസിക് അണ്ടർ സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ എഞ്ചിന്റെ സൈഡിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതൊരു 123.92cc എയർ കൂൾഡ് 4-സ്ട്രോക്ക് എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഇതിന്റെ മാക്സിമം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പവർ ഫിഗേഴ്സ് എന്ന് വെച്ചാൽ 8.4 PS പവർ അറ്റ് 6500 RPM അതുപോലെ തന്നെ 10.5 Nm ടോർക്ക് അറ്റ് 5000 RPM ആണ്. നമുക്ക് ആക്റ്റീവയെ പറ്റി അറിയാം. ഇതൊരു ടോർക്ക് ഓറിയന്റഡ് വണ്ടിയാണ്. 2025 മോഡൽ ആക്റ്റീവിലേക്ക് വരുമ്പം ഇതിന്റെ എഞ്ചിനിലും കാര്യമായിട്ട് തന്നെ ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിനൊരു പുതിയ എഞ്ചിനാണ് കൊടുത്തേക്കുന്നത്. അതായത് BS6 Phase 2 ഗൈഡ് ലൈൻസ് പ്രകാരം ഡിസൈൻ ചെയ്തേക്കുന്ന OBD2B എഞ്ചിനാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഒരു പുതിയ എഞ്ചിനാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് കിടക്കുകയാണെങ്കിൽ 162 mm ഈ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് എന്ന് വെച്ചാൽ 165 mm സീറ്റ് ഹൈറ്റ് ഈ വണ്ടിക്കുണ്ട്. പിന്നെ ഇതിന്റെ ഫ്യൂവൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ 5.3 ലിറ്റർ ആണ്. ഏകദേശം നമുക്കൊരു ആവറേജ് ഒരു 60 മൈലേജ് ഒക്കെ തരുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് ഡീസൻ്റ് ആയിട്ട് പോകണമെങ്കിൽ 60 തരും. കമ്പനി ക്ലെയിം ചെയ്യുന്നത് വെച്ചാൽ 65 ആണ്. എന്നാലും ഒരു 60 ഒക്കെ കിട്ടുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഇത്. നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ കോട്ടയത്തെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് വെച്ചാൽ 1,30,000 രൂപയാണ്. ബാക്കിയുള്ള എക്സ്ഷോറൂം ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വെറും 999 രൂപയ്ക്ക് ഈ വണ്ടി ഇറക്കാവുന്നതാണ്. ഡൗൺ പേയ്മെന്റ് കൊടുത്ത് 4 വർഷത്തെ വരെ ഫിനാൻസ് ഓപ്ഷൻ ഉണ്ട്. ഏകദേശം ഒരു 4,600 രൂപ നിങ്ങൾക്ക് മാസം EMI വരുന്നതാണ് 4 കൊല്ലത്തേക്ക്. പിന്നെ ഈ വണ്ടിക്ക് 6ഓളം കളർ വേരിയൻസ് ഉണ്ട്. 2 വേരിയൻസ് വരുന്നുണ്ട്. H വേരിയന്റും ഡിസ്ക് വേരിയന്റും. നമ്മുടെ ഇവിടെ ഉള്ളത് ഇന്ന് ഡിസ്ക് വേരിയന്റ് ആണ്. നമുക്കിനി വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ വണ്ടിയുടെ സൈലൻസിന്റെ സൗണ്ട് എങ്ങനെയൊന്ന് കേട്ട് നോക്കാം. എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഡിഫറൻസ് വരുത്തിയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഏത് വേരിയന്റ് എടുത്താലും നിങ്ങൾക്ക് സെൽഫ് സ്റ്റാർട്ടും വരുന്നുണ്ട്, കിക്കറും വരുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ഈ വണ്ടിയുടെ സൈലൻസിന്റെ സൗണ്ട് എങ്ങനെയൊന്ന് കേട്ട് നോക്കാം. ഇതാണ് ഇതിന്റെ ഒരു ഐഡിയലിംഗ് സൗണ്ട് വരുന്നത്.
സൗണ്ടിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല. എന്നാലും വണ്ടി കുറച്ചുകൂടി ഒരു സ്വീറ്റർ സൗണ്ടിലേക്കാണ് വണ്ടി വരുന്നത്. കുറച്ചുകൂടി ഒരു ഒതുങ്ങിയ സൗണ്ടാണ് ഈ പ്രാവശ്യം ഹോണ്ട ആക്ടിവ 125 അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഹോണ്ട ആക്ടിവ 125 വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഔട്ട്. താങ്ക് യു.